മുഖ്യമന്ത്രിക്ക് നോട്ടീസ് അയച്ചു എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി നേരിട്ട് ചെല്ലണമെന്നൊന്നും പറഞ്ഞിട്ടില്ല. കണക്ക് വേണം. അത് കിഫ്ബി ആയാലും ശരി തന്നെ, എന്ത് ബി ആയാലും ശരി തന്നെ, കണക്ക് വേണം. പിന്നെ പർച്ചേസ് അക്വിസിഷൻ, ആ തട്ടിപ്പൊന്നും നാട്ടുകാരുടെ അടുത്ത് പറഞ്ഞോ അവിടെ സംവിധാനത്തിൽ നടക്കത്തില്ല. പർച്ചേസ് അക്വിസിഷൻ വലിയ സാമ്പത്തിക വിദഗ്ധന്മാരാണ് ചർച്ചിക്കുന്നത്. നല്ല തമാശയാണ്. പക്ഷെ അതൊന്നും വിഷയമല്ല. സ്വർണവും മറ്റതും ഒന്നും നമുക്കിപ്പോ വിഷയമല്ല. അതൊക്കെ സാമൂഹിക വിപ്ലവത്തിന്, മതില് പണിഞ്ഞില്ലേ ഒരു വലിയ വിപ്ലവത്തിന്? ആർക്ക് വേണ്ടിയായിരുന്നു? സ്ത്രീകൾക്ക് വേണ്ടിയാണെങ്കിൽ രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രി സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടിയാണ് നിൽക്കുന്നത്. സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടി കേരള സർക്കാരിനും ചെയ്യാൻ സാധിക്കണം. അതിലാണ് വീഴ്ച സംഭവിച്ചിരിക്കുന്നത്. അതൊക്കെ ഒന്ന് ചെയ്തു വരട്ടെ. അതൊക്കെ നമുക്ക് പിന്നീട് ഇലക്ഷൻ കഴിഞ്ഞ് ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളാണ്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ചർച്ച ചെയ്ത് തീർക്കേണ്ട കാര്യങ്ങളാണ്. ജനങ്ങളുടെ ജീവിതത്തിലേക്ക് ചെന്ന് ചേരുന്ന അംശങ്ങളെക്കുറിച്ച് മാത്രം നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലൂടെ അവശേഷിക്കുന്ന ദിവസങ്ങളിൽ ശക്തമായി തന്നെ നിങ്ങൾക്ക് കരുക്കൾ വയ്ക്കാൻ സാധിക്കണം. കരുക്കൾ നീക്കരുത്, കരുക്കൾ വയ്ക്കണം. ഇംപ്രസ് ചെയ്യാൻ സാധിക്കണം സമ്മതിദായകർ. അവർക്ക് വാക്കല്ല വേണ്ടത്, ഉറപ്പാണ് വേണ്ടത്. നടക്കുന്ന കാര്യങ്ങളിലേ ഉറപ്പ് നൽകാവൂ. എന്നാൽ പോലും ചിലതൊക്കെ നടക്കാതെ പോകും. അതൊക്കെ വീഴ്ചകളൊന്നും ആവത്തില്ല. അവസരം ഇനിയും വരും.